പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിച്ച് പായാനാണ്. അതാണ് പുലിയുടെ തന്ത്രം. ആധുനിക രാഷ്ട്രീയത്തിൽ ഏറ്റവും നല്ല തന്ത്രജ്ഞനാണ് പിണറായി വിജയൻ. പക്ഷേ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ പാളുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ആ തന്ത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു പിണറായി വിജയൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. UDFിൻ്റെ നിലപാടുകളെ വളരെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് UDFിൻ്റെ ഘടകകക്ഷികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പുതിയൊരു തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത്. പിണറായി വിജയൻ്റെ ചൂണ്ടയിൽ ഇപ്പോൾ കുരുങ്ങിയിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആകെ മൊത്തം അങ്കലാപ്പിലാണ്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട ഗതികേടിലേക്ക് എത്തി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ എത്തി. ഇതിൽ ഒരു വിഭാഗം മുസ്ലിം ലീഗ് അണികൾക്ക് കടുത്ത അമർഷമുണ്ട്. മുസ്ലിം ലീഗ് BJPയെ അല്ലെങ്കിൽ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും പ്രസക്തമാണ്. പല മുസ്ലിം ലീഗ് നേതാക്കളും ED പേടിയിലാണ്. കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും KM ഷാജിയും അടക്കമുള്ളവർ ED റെയ്ഡിനെ ഭയപ്പെടുന്നു. EDയെ ഉപയോഗിച്ച് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ വേട്ട നടത്തും എന്നൊരു ഭയം മുസ്ലിം ലീഗിന്. മാത്രമല്ല, പല വിധത്തിലുള്ള അഴിമതി കഥകൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. ശശിധരൻ കർത്തയുടെ CMRL MD ശശിധരൻ കർത്തയുടെ മാസപ്പടി വിവാദം മുസ്ലിം ലീഗ് നേതാക്കളിലേക്ക് എത്തിയത് മുസ്ലിം ലീഗ് അണികൾ ഞെട്ടലോടെയാണ് തിരിച്ചറിഞ്ഞത്. എന്തായാലും ഒരു വശത്ത് പിണറായി വിജയൻ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. സതീശൻ ഏകാധിപതിയായി മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. ധനകാര്യ വകുപ്പ് സതീശൻ്റെ കയ്യിലാണ്. മറ്റു മന്ത്രിമാർക്ക് ഭരിക്കണമെങ്കിൽ അതിനുള്ള പണം വേണം. അതിനുള്ള പണം കൊടുക്കേണ്ടത് ധനകാര്യ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് എന്ത് അധാർമികത കാട്ടിയും മതനിരപേക്ഷതയെ ബലി കൊടുത്തും എന്ത് കുതന്ത്രം കാട്ടിയും ഫണ്ടൊപ്പിക്കാൻ സതീശൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് പിണറായി വിജയൻ എന്ന വൃദ്ധ സൈന്യാധിപൻ കളി തുടങ്ങിയിരിക്കുന്നത്. മുസ്ലിം ലീഗാണ് പിണറായി വിജയൻ്റെ കാര്യം. മുസ്ലിം ലീഗിനെ മുമ്പ് LDFിലേക്ക് എടുക്കാൻ പിണറായി വിജയൻ ശക്തമായൊരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ അന്ന് VS അച്യുതാനന്ദൻ അതിന് സമ്മതിച്ചില്ല. VS അച്യുതാനന്ദനും CPIയും അതിനെ ശക്തമായി എതിർത്തു. ഇപ്പോൾ പുതിയൊരു മാറ്റക്രമത്തിലൂടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു പോകുന്നത്. CPI വളരെയേറെ ദുർബലമായി ശോഷിച്ച് ഇലകൾ കൊഴിഞ്ഞ ഒരു വടുവൃക്ഷമായി CPI മാറിക്കഴിഞ്ഞു. CPM തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. തിരിച്ചുവരവിൻ്റെ പാതയിൽ CPMന് ഊർജം പകരണമെങ്കിൽ പുതിയ തന്ത്രങ്ങൾ വേണമെന്ന് പിണറായി വിജയൻ അറിയാം. വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയതാണ് മുസ്ലിം സമുദായത്തിനെതിരെ പിണറായി വിജയന് എതിർപ്പുണ്ടാകാനുള്ള കാരണം. നിരന്തരം വാലാകോല മുസ്ലിം വിരുദ്ധത പറഞ്ഞു നടന്ന വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയതൊക്കെ തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ പിണറായി വിജയൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമത്തിന്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാനുള്ള ശ്രമത്തിന് പിണറായി വിജയൻ നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നത് KT ജലീലിനെ. KT ജലീൽ CPMൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു ഔദ്യോഗികം. KT ജലീലിന് മെമ്പർഷിപ്പ് നൽകിയത് ശ്രദ്ധേയമാണ്. CPMൻ്റെ ദീർഘകാല സഹയാത്രികനായിരുന്ന സെബാസ്റ്റ്യൻ പോളിന് പോലും മെമ്പർഷിപ്പ് നൽകിയിട്ടില്ല CPM. പക്ഷേ KT ജലീലിന് മെമ്പർഷിപ്പ് നൽകി. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ KT ജലീൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ നിരന്തരം അവബോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇപ്പോൾ കോൺഗ്രസിന് മുമ്പിൽ അടിയറവ് പറയുന്ന ഒരു ടീമായി മാറിയിരിക്കുന്നു. പണ്ടങ്ങനെ അല്ലായിരുന്നു ലീഗ്. പണ്ടിതായിരുന്നില്ല ലീഗ്. UDFിലെ തിരുത്തൽ ശക്തിയായിരുന്നു ലീഗ്. കരുണാകരൻ്റെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് ലീഗിലെ നേതാക്കൾക്ക് നട്ടലോടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആർജവം ഉണ്ടായിരുന്നു. ആ നട്ടല് പണയപ്പെടുത്തിയാണ് ലീഗ് നേതാക്കൾ നിൽക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും
ഷംസുദ്ദീനും അടക്കമുള്ള ലീഗ് മന്ത്രിമാർ സതീശന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ച പിണറായി വിജയൻ കാണുന്നു. അത് കണ്ട് അദ്ദേഹം ഉറച്ചിരിക്കുന്നു. കാരണം സലാം അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി സലാം അടക്കമുള്ള നേതാക്കൾ പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ഒന്നെങ്കിൽ മുസ്ലിം ലീഗിനെ വളർത്തുക, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇടതുപക്ഷത്തെ ഭരണത്തിൽ തിരികെ എത്തിക്കും. ഈ ഒരു വലിയ ദൗത്യമാണ് പിണറായി വിജയന് ഉള്ളത്. നിയമസഭയിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ LDF അംഗങ്ങളുടെ എണ്ണം കുറവാണ്. പക്ഷെ അതൊന്നും പിണറായി വിജയൻ കാര്യമാക്കുന്നില്ല. കനലൊരു മതി എന്ന് പറയുന്നത് പോലെ ശക്തമായ ഒരു പ്രതിപക്ഷമായി തന്നെ നിയമസഭയിൽ നിലനിൽക്കാൻ ഇതുവരെ LDFന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിനെ ചൂണ്ടയിൽ കോർത്ത് പിണറായി പൊട്ടിച്ചിരിക്കുന്നു.